ഹലോ സ്റ്റുഡൻസ്, നമ്മളപ്പോൾ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് നമ്മളിതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളിതിനകത്ത് ഹോം ടാബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസേർട്ട് ടാബാണ്. ഹോം ടാബിൻ്റെ തൊട്ടടുത്തുള്ളതാണെന്ത്? ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബ് ടാപ്പ് ചെയ്യാം. ഇൻസേർട്ട് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഹോമിലെ പോലെ ഒരുപാട് കമാൻഡ് ഗ്രൂപ്പുകളും അതിനകത്ത് ഒരുപാട് കമാൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ആദ്യത്തെ കമാൻഡ് എന്ന് പറയുന്നത് സ്ലൈഡാണ്. സ്ലൈഡ്സ് എന്ന് പറയുന്ന സെയിം കമാൻഡ് നമ്മൾ എവിടെ പഠിച്ചിരുന്നു? ഹോം ടാബിനകത്തും പഠിച്ചിരുന്നു. പക്ഷെ അതിനകത്ത് അഞ്ച് കമാൻഡ്സ് ഉണ്ട്: ന്യൂ സ്ലൈഡ്, റീയൂസ്, ലേഔട്ട്, റീസെറ്റ്, സെക്ഷൻ. പക്ഷെ നമ്മുടെ ഇൻസേർട്ടിനകത്ത് വരുമ്പോൾ 2 കമാൻഡുകൾ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ യൂസ് രണ്ടും എന്താണ്? സെയിം തന്നെയാണ്. ന്യൂ സ്ലൈഡ് എന്ന് പറയുമ്പോൾ എന്തിന് നമ്മളെ സഹായിക്കും? നമ്മുടെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പുതിയ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അത് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് 9 സ്ലൈഡ്സ് കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ എന്തിൽ പഠിച്ചു? ഹോം ടാബിനകത്ത് പഠിച്ചു. റീയൂസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പവർ പോയിൻ്റ് ഫയലിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ലൈഡ് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ അതാണ് സ്ലൈഡ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്ന 2 കമാൻഡ്സായ ന്യൂ സ്ലൈഡ്സും റീയൂസ് സ്ലൈഡ്സും. അടുത്തത് നമുക്ക് നോക്കാം ടേബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് ടേബിൾ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസിനെ നമുക്കൊരു ടാബുലർ ഫോമിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്? ടേബിൾസ്. A table is a great way to organize information within your document. നിങ്ങളുടെ ഡോക്യുമെൻറ്റിനകത്തുള്ള ഇൻഫർമേഷനെ ഓർഗനൈസ് ചെയ്യാൻ, ടേബിൾ ഫോർമാറ്റിലേക്ക് ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമാൻഡാണ് എന്ത്? ടേബിൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ടേബിൾ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇൻസേർട്ട് ടേബിൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സെൽസ് പോലെ കാണാനായിട്ട് പറ്റും. കണ്ടോ? നമ്മൾ ഈ ഒരു സെല്ലിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മുടെ സ്ക്രീനിൽ എന്ത് വരും? ഒരു റോ അവിടെ എൻ്റർ ആയത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മളിങ്ങനെ അടുത്ത സെല്ലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ റോ എന്തായിട്ട് സ്പ്ലിറ്റായി? 2ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആവശ്യമായിട്ടുള്ള റോസും കോളംസും നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ? ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ടേബിള് നമുക്ക് ഇങ്ങനെയും സെറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള, ഇപ്പോൾ നമുക്കൊരു രണ്ട് കോളവും 2 റോയും മതിയെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇത്രയും സെലക്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഇവിടെ ആ ടേബിള് സെറ്റായി വരും. അതല്ല, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇത്ര എണ്ണത്തിനുള്ള ഇത്ര കോളവും ഇത്ര റോയും വേണമെന്ന് പറഞ്ഞ് നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേബിൾ കമാൻഡ് ഗ്രൂപ്പിലെ ടേബിൾ എന്നുള്ള കമാൻഡ് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇൻസേർട്ട് ടേബിൾ എന്ന് പറഞ്ഞിട്ട് നമ്പർ ഓഫ് കോളം, നമ്പർ ഓഫ് റോസ്. നമുക്കിവിടെ എന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള റോസും കോളംസും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ 5 കോളവും വേണം, 5 റോയും വേണം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഈ ആരോസ് മേളിലേക്കും താഴേക്കും 2 ആരോസ് കാണാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് കോളംസ് എണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അത് റോസിലും പോസിബിളാണ്. കണ്ടോ? ഇവിടെ നിന്ന് അപ്പ് ആരോ ഉണ്ട്, ഡൗൺ ആരോ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും നമ്പേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? നമ്പേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ എന്ത് സംഭവിക്കും? നമുക്ക് ആവശ്യമുള്ള 5 കോളവും 5 റോയും അടങ്ങുന്ന ടേബിൾ അവിടെ എന്തായിട്ടുണ്ട്? ക്രിയേറ്റ് ആയിട്ടുണ്ട്. ടേബിൾ ക്രിയേറ്റ് ആയപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീനിൽ വന്ന മാറ്റം ശ്രദ്ധിച്ച് കാണും. ടേബിൾ ഡിസൈൻ എന്നും ലേഔട്ട് എന്നും പറഞ്ഞ് എന്ത് ക്രിയേറ്റ് ആയി? പുതിയ 2 ടാബ് ക്രിയേറ്റ് ആയത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. നമ്മൾ അവിടെ ഷേപ്പ് എൻ്റർ ചെയ്യുമ്പോൾ എപ്പോഴും ഷേപ്പ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഒരു ടാബ് ഓപ്പൺ ആവുന്നത് പോലെ നമ്മളിവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ടേബിൾ ഡിസൈൻ എന്നും ലേഔട്ട് എന്നും പറഞ്ഞ് 2 ടാബ് അവിടെ ഫോം ആയിട്ടുണ്ട്. നമുക്ക് ആ ടാബിലേക്ക് വരാം. ഫസ്റ്റ് നമുക്ക് ഇനി നമുക്ക് 2 ഓപ്ഷനും കൂടെ ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇതിന് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്? ഡിലീറ്റ് ചെയ്യുകയാണ്.
അടുത്തത് ഒന്നുകൂടെ ഈ ടേബിൾ കമാൻഡ് എടുക്കുമ്പോൾ ഡ്രോ ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻസേർട്ട് ടേബിളിൻ്റെ തൊട്ട് താഴെ ഡ്രോ ടേബിൾ, ഡിസൈൻ യുവർ ഓൺ ടേബിൾ ബൈ ഡ്രോയിങ് ദ സെൽസ് റോസ് ആൻഡ് കോളം ബോർഡേഴ്സ് യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ആവശ്യമുള്ള സെൽസോ റോസോ കോളമോ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റും. യു ക്യാൻ ഈവൻ ഡ്രോ ഡയഗണൽ ലൈൻസ് ആൻഡ് സെൽസ് വിത്തിൻ സെൽസ്. സെൽസിനകത്ത് തന്നെ സെൽസ് വരയ്ക്കാം, അല്ലെങ്കിൽ ഡയഗണലായിട്ട് ലൈൻ വരയ്ക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കണ്ടോ, നമ്മളത് ടാപ്പ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ മൗസ് പോയിൻ്റർ ഒരു പെൻസിലിൻ്റെ ഫോർമാറ്റിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ വൈറ്റ് സ്ക്രീനിൽ നമ്മുടെ മൗസ് പോയിൻ്റർ വെച്ചിട്ടുണ്ട്. കണ്ടോ, അത് മൂവ് ചെയ്യുമ്പോൾ ഒരു പെൻ അവിടെ മൂവ് ആവുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. പെന്നല്ല, ഒരു പെൻസിൽ ഓർ പെൻ. നമുക്കിനി ടേബിൾ വരച്ച് നോക്കാം. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. അത് പിന്നെയും മൗസ് ആരോ ആയിട്ട് മാറി. ഡ്രോ ടേബിൾ ഒന്നുകൂടെ എടുക്കുന്നു, വരയ്ക്കുന്നു. കണ്ടോ, ടേബിൾ വന്നു. കണ്ടോ ടേബിൾ. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഈ കോളത്തിനകത്ത് ആവശ്യമുള്ള റോസും കോളംസും ഒക്കെ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനും നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ടിനകത്ത് ഡ്രോ ടേബിൾ. കണ്ടോ, നമുക്കിങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, കോളംസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ ലൈൻസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡ്രോ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ. ഞാനപ്പോൾ ഈ ടേബിളിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ്. ജസ്റ്റ് ടേബിളിനെ ഈ സ്ക്രീനിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്തു. അടുത്ത നിങ്ങൾക്ക് ഈ ഡ്രോ ടേബിളിൻ്റെ താഴെ എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കമാൻഡ് ശ്രദ്ധിച്ച് കാണും. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. നമ്മൾ എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈ ടേബിൾ വരയ്ക്കുന്നതിന് പകരം ഈ ഒരു കമാൻഡ് ആഡ് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ്ലി നമ്മുടെ എക്സലിൻ്റെ റോസ് ആൻഡ് കോളംസ് വരുന്ന സെൽസ് എന്താവും, നമ്മുടെ ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനകത്ത് ഇൻസേർട്ട് ആവും. അതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എക്സൽ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ആ ഒരു പവർ പോയിൻറ്റിൻ്റെ ഇൻ്റർഫേസ് കംപ്ലീറ്റ്ലി മാറിയിട്ട് എന്ത് സംഭവിച്ചു, ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. നമ്മുടെ പവർ പോയിൻറ്റിൻ്റെ സെയിം സ്ലൈഡാണ് നമുക്കിവിടെ കാണുന്നത്. കാരണം ഇതിനകത്ത് ഇവിടെ എന്തുണ്ട്, അതേ സെയിം സ്ക്രീനുണ്ട്. നമുക്ക് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമുക്കിനി എന്ത് ചെയ്താൽ മതി, ഇവിടെ ടാബ്സിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ടാബിലും കമാൻഡ് ഗ്രൂപ്പിലും മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു കോർണറിൽ വന്നിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻലാർജ് ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ, നമ്മുടെ എക്സൽ ഷീറ്റിനെ അതുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു എക്സലിൻ്റെ അതേ ഫോർമാറ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള ടേബിൾ ക്രിയേഷൻ മെത്തേഡ്. ഓക്കെ, ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് Ctrl+Z കൊടുത്തപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു തിരിച്ച് നമ്മൾ പവർ പോയിൻ്റ് എന്നുള്ള ഒരു ഇൻ്റർഫേസിൽ തന്നെ വന്നിട്ട് നമ്മുടെ ഈ സ്ലൈഡിനകത്ത്, ബ്ലാങ്ക് സ്ലൈഡിനകത്ത് സ്പ്രെഡ്ഷീറ്റ് പോലത്തെ കുറച്ച് കോളംസും റോസും ഇവിടെ ആഡായിട്ട് ഓരോ സെല്ലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഇത്രയാണ് എന്തിനകത്ത് നമ്മൾ നോക്കിയത്, ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിൽ ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ടേബിൾ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. 5 കോളവും 5 റോയും വെച്ച് ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഡിസൈൻ ടേബിൾ എന്നും ലേഔട്ട് എന്നും പറഞ്ഞ് 2 ടാബ് ഓപ്പൺ ആയി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ടാബിനകത്തുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ആ ടാബിനകത്ത് ആദ്യം വന്നത് എന്തായിരുന്നു, ടേബിളിൽ നിന്നുള്ള സെലക്ഷൻ മാറിയോണ്ടാണ് ടാബ് പോയത്. ഓക്കെ, ഇവിടെ ആദ്യം നമുക്ക് എന്ത് കാണാൻ പറ്റും,
ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമാൻഡ്സ്, ഒരു കമാൻഡ് ഗ്രൂപ്പും അതിനകത്ത് കുറച്ച് കമാൻഡ്സും ഉണ്ട്. അതിനകത്ത് ആദ്യത്തേത് ഹെഡർ റോ കമാൻഡ്. ടേൺ ഓൺ or off the header row of the table. The header row format of the table row of the header row formats the table row of the table specially. അതായത് ഈ കാണുന്ന ഈ ഡാർക്ക് ബ്ലൂ കളറാണ് എന്തെന്ന് പറയുന്നത്, ഈ ടേബിളിൻ്റെ ഹെഡർ റോ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഒരു ലൈറ്റ് കളറാണ്, ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ഡാർക്ക് കളറാണ്. ഇതാണ് എന്ത്, നമ്മുടെ ടേബിളിൻ്റെ ഹെഡർ റോ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഓൾറെഡി ടിക്ക് മാർക്ക് കിടക്കുന്നത് കൊണ്ടാണ് ആ കളർ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇതിനെന്ത് ചെയ്യാം, ഈ ടിക്ക് മാർക്ക് റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും, അത് നോർമൽ ഒരു റോ പോലെ ആയി മാറും. കണ്ടു, നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലായി കാണും. ഞാൻ ഒന്നുകൂടെ ടിക്ക് ചെയ്ത് കാണിക്കാം. ടിക്ക് ചെയ്ത് കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു ഹെഡർ റോ മാത്രം ഡാർക്ക് കളർ ആവുകയും അത് ടിക്ക് ഓഫ് ചെയ്താൽ എന്ത് സംഭവിക്കും, നോർമൽ ബാക്കി റോസിനെയും കോളത്തിനെയും പോലെ തന്നെ അതിൻ്റെ കളറിലും ചേഞ്ച് വരും. നമുക്കെന്തായാലും അത് ഹെഡർ റോ കിടന്നോട്ടെ, നമുക്കത് ആക്റ്റീവ് ചെയ്തിട്ടിരിക്കാം. അടുത്തതാണ് ടോട്ടൽ റോ. ഡിസ്പ്ലേ സ്പെഷ്യൽ ഫോർമാറ്റിംഗ് ഫോർ ദ ലാസ്റ്റ് റോ ഓഫ് ദ ടേബിൾ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കണക്കൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ ലാസ്റ്റ് റോ എന്തായിട്ട് നമ്മൾ യൂസ് ചെയ്യും, ടോട്ടൽ എഴുതാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇത്രയാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഈ ടോട്ടൽ റോയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ലാസ്റ്റ് എമൗണ്ട് എഴുതും. അത് ആ എമൗണ്ട് എഴുതുന്ന കോളത്തിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ടോട്ടൽ റോ. ഞാൻ അത് ടിക്ക് ചെയ്യാൻ പോവാണ്, കണ്ടോ. അപ്പോൾ ഇതാണ് ടോട്ടൽ റോ എന്ന് പറയുന്നത്. ഈ കോളം ഈ ഒരു റോ എന്താവും, ഹൈലൈറ്റ് ആയി കിടക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ എന്ന് എഴുതി, ഇതൊരു ഹെഡിങ് ആയിട്ടും കിടക്കും, ഇതൊരു ടോട്ടൽ കോളം. അപ്പോൾ എന്ത് ചെയ്യും, ഹെഡിങ്സും എല്ലാവരും ശ്രദ്ധിക്കും. ടോട്ടൽ കോളം, ടോട്ടൽ എമൗണ്ട് എത്രയാണ് എന്നൊക്കെ മാത്രം നോക്കണവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോട്ടൽ കോളം മാത്രം നോക്കി എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ ഞാൻ ഓഫ് ചെയ്തിടുകയാണ്. അടുത്തതാണ് ബാൻഡഡ് റോ. ബാൻഡഡ് റോ എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേ ബാൻഡഡ് റോ ഇൻ വിച്ച് ഈവൻ റോസ് ആർ ഫോർമാറ്റഡ് ഡിഫറെൻ്റ്ലി ഫ്രം ഓഡ് റോസ്. അതായത് ഈവൻ നമ്പറും ഓഡ് നമ്പറും ബേസിസിൽ രണ്ട് കളറായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ നമ്പറിന് ഇതിപ്പോൾ ഈവൻ നമ്പർ പോയിട്ട് കണ്ടോ, ഈവൻ നമ്പറിനൊക്കെ ഈ ഒരു കോളം പോയിട്ട്, അതായത് ഈ ഒരു റോ പോയിട്ട് ബാക്കി ഈവൻ നമ്പറിനൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു ലൈറ്റ് കളർ, ഒരു ആഷ് കളറും. ഓഡ് നമ്പറിനൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഓഡ് നമ്പറിനാണ് ഈ ആഷ് കളറും, ഈവൻ നമ്പറിന് ഇതുമാണ് കൊടുത്തിരിക്കുന്നത്, ഗ്രേ കളറുമാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കപ്പോൾ അത് ഓഫ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പം എന്ത് സംഭവിച്ചു, എല്ലാം ഒരേ കളറായി. ഓടെന്നോ ഇവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം ഒരേ കളറായിട്ടുണ്ട്. ഇത് ടിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, രണ്ടും സെപ്പറേറ്റ് കളറായിട്ട് മാറിയതും കാണാൻ പറ്റും. കണ്ടോ. അടുത്തത് ഫസ്റ്റ് കോളം. ഡിസ്പ്ലേ സ്പെഷ്യൽ ഫോർമാറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് കോളം ഓഫ് ദ ടെക്സ്റ്റ്. ആദ്യത്തെ കോളത്തിന് മാത്രം എന്ത് കൊടുക്കുന്നു, ഒരു സ്പെഷ്യൽ ഫോർമാറ്റിംഗ് കൊടുക്കുന്നു. അതായത് ഈ ഹെഡറിനെ പോലെ ഒരു ഹൈലൈറ്റ്. ഇപ്പോൾ നമ്മൾ ഓരോ കുട്ടികളുടെ പേരോ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പറോ ഇവിടെ ഈ ഫസ്റ്റ് കോളത്തിൽ എഴുതി എന്ത് സംഭവിക്കും, ആ കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ ഹൈലൈറ്റ് ആയി കിടക്കുന്നതോടുകൂടി അത് രജിസ്റ്റർ നമ്പർ വെച്ച് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു കുട്ടികളുടെ ലിസ്റ്റ് ഒരു നോട്ടീസ് ബോർഡിലെങ്ങാനും പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ടേബിളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആ കുട്ടികളുടെ മാർക്കോ അങ്ങനെ എന്തെങ്കിലുമാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു എക്സാം ഹാളാണ്, ആ കുട്ടികളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ ആ കുട്ടിയുടെ ഹോൾ ടിക്കറ്റ് നമ്പറോ അല്ലെങ്കിൽ ഈ രജിസ്റ്റർ നമ്പറോ എഴുതിയിരിക്കുന്ന ഈ നമ്പർ ഹൈലൈറ്റ് ചെയ്തിടുമ്പോൾ ആ കുട്ടിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് ആ കുട്ടിയുടെ നമ്പർ ഏതാണെന്ന് ഈ ഫസ്റ്റ് കോളത്തിൽ നിന്ന് തന്നെ നോക്കി അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ ഞാൻ ഓഫ് ചെയ്തിടുകയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് കോളം. അപ്പോൾ സെയിം തന്നെയാണ്, ഫസ്റ്റ് കോളത്തിൻ്റെ സെയിം ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് കോളമാണെങ്കിൽ ഇത് ലാസ്റ്റ് കോളം എന്തായിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അടുത്ത ഇനി
ബാൻഡഡ് കോളംസ്, മറ്റേത് ബാൻഡഡ് റോസ് ആയിരുന്നു, ഇനി ബാൻഡഡ് കോളംസ്. കോളംസിൽ എന്ത് സംഭവിക്കും? ഓഡ് ഈവൻ നമ്പർ എന്നുള്ള ബേസിസിൽ കളർ ചേഞ്ച് ആകും. നമുക്കത് ടിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിപ്പോൾ ഇത് ഓഫ് ചെയ്താൽ ആ എഫക്റ്റ് അറിയാൻ പറ്റുള്ളൂ. കണ്ടോ, ആ എന്ത് ഇത് ഓഡ് നമ്പറിനും ഈവൻ നമ്പറിനും ഇങ്ങനെ വെർട്ടിക്കലായിട്ട് എന്ത് സംഭവിച്ചു? ആ ഒരു കളർ ഹൈലൈറ്റ് മാറി. ഇത് നമ്മുടെ റോസ് എന്നുള്ളത് എന്തായിട്ടായിരുന്നു കിടന്നത്? ഹൊറിസോണ്ടലായിട്ടായിരുന്നു കിടന്നത്. നമ്മളത് മാറ്റി ബാൻഡഡ് കോളംസ് എന്നാക്കുമ്പോൾ എന്ത് ചെയ്യും? വെർട്ടിക്കലി അത് കളർ ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്കിത് റോസിൽ തന്നെ കൊടുക്കാം. അപ്പോൾ എന്താണ്, ഇത് ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്ന ടേബിൾ സ്റ്റൈൽസ്. ടേബിൾ ഡിസൈൻ എന്നുള്ള ടാബിനകത്ത് വരുന്ന ടേബിൾ സ്റ്റൈൽസ്. അടുത്ത് നമ്മൾ നോർമലി ഷേപ്സിലൊക്കെ നോക്കിയത് തന്നെയാണ്. ഷേപ്സിലൊക്കെ നോക്കിയതുപോലെ ക്യുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ ഷേപ്പിൽ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെയാണ് ടേബിളിന് എന്ത് ചെയ്യുക? ക്യുക്കായിട്ട് എന്തെങ്കിലും ഒരു തീമോ സ്റ്റൈലോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആദ്യത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഏതാണ്? ഈ ടേബിൾ സ്റ്റൈൽ എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻ, ടേബിൾ സ്റ്റൈൽസ്. ക്വിക്ക്ലി ചേഞ്ചസ് ദ വിഷ്വൽ സ്റ്റൈൽ ഓഫ് യുവർ ടേബിൾ. നിങ്ങളുടെ ടേബിളിൻ്റെ വിഷ്വൽ സ്റ്റൈല് ചേഞ്ച് ചെയ്യാം, പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഓരോ കളറായിട്ട് കൊടുത്ത് ഓരോ ഷെയ്ഡായിട്ട് കൊടുക്കുന്നതിന് പകരം ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു ഫോർമാറ്റ് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. Each style uses a unique combination of borders and shading to change the appearance of your table. നിങ്ങളുടെ ടേബിളിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ യുണീക്ക് ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. However, over a style in the gallery to preview it in your document. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്നൊരു ടേബിൾ ഡിസൈൻ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ ഐഡൻറ്റിഫൈ നിങ്ങളുടെ ആ ഒരു കണ്ടൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ കളർ തീമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ നിന്നും ഒരു ടേബിൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഒരുപാട് തീം ഇതിനകത്ത് അവൈലബിൾ. നോർമൽ ഒരു കോളം അവൈലബിൾ ആണ്. കണ്ടോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആവുന്നുണ്ട്. കണ്ടോ, നമുക്ക് തന്നെ ഇവിടെ ആ ഒരു ടേബിളിൽ വരുന്ന ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട് നല്ലപോലെ. ഞാനിപ്പോൾ ഈ ബ്ലാക്കും ഗ്രേയും വൈറ്റും ഒക്കെ വരുന്ന ഒരു കോമ്പിനേഷൻ ഞാനിപ്പോൾ സെലക്ട് ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യാം? നമ്മൾ സെയിം ഷേപ്പ് ഡ്രോയിങ് കമാൻഡിൽ പഠിച്ച സെയിം കുറേ എഫക്റ്റുകളാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത്. അടുത്തതാണ് ഷെയ്ഡിങ്. ചേഞ്ച് ദ കളർ ബിഹൈൻഡ് സെലക്റ്റഡ് ടെക്സ്റ്റ്, പാരഗ്രാഫ് ഓർ ടേബിൾ സെൽ. ടേബിൾ സെല്ലിൻ്റെയോ ടേബിളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൻ്റെയോ പാരഗ്രാഫിൻ്റെയോ എന്ത് ചെയ്യാം? കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇപ്പം ഈ ഒരു സെല്ലിനകത്താണ് സെലക്ഷൻ കിടക്കുന്നത്. ഇപ്പോൾ ഈ സെല്ലിലോട്ട് മാറ്റിയാൽ എന്ത് ചെയ്യാം? ആ സെല്ലിൽ കളറ് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്തത് ഹൈലൈറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നോർമലി അതിനകത്ത് പഠിച്ച് സെയിം കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു തരുന്നത്. പിന്നെ എന്ത് ചെയ്യാം? ബോർഡേഴ്സ് എന്ന് പറയുന്നൊരു കമാൻഡ് ഗ്രൂപ്പുണ്ട്. നമ്മുടെ ടേബിളിന് ആവശ്യമായിട്ടുള്ള ബോർഡർ. ഇപ്പം നോ ബോർഡറാണ് കിടക്കുന്നത്, ബോർഡേഴ്സ് ഒന്നുമില്ല. ഓൾ ബോർഡർ എടുത്താൽ എന്ത് സംഭവിക്കും? ഇത് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഈ ടേബിളിനെ സെലക്ട് ചെയ്യുക. സെലക്ഷൻ ആയില്ല. കണ്ടോ, ഇനി ഞാൻ ബോർഡർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓൾ ബോർഡേഴ്സ്. ആ ബോർഡർ അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. വേറൊരു ലേ ഔട്ട് എടുത്തെങ്കിൽ അറിയാമായിരുന്നു. ടേബിളിനെ സെലക്ട് ചെയ്തു, ബോർഡേഴ്സ് എടുക്കുകയാണ്. ഓൾ ബോർഡേഴ്സ് കളർ നമ്മൾ ടേബിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓൾ ബോർഡേഴ്സ് കൊടുക്കാം. കണ്ടോ, അപ്പോൾ അവിടെ ഒരു ബോർഡർ വന്നതായിട്ട് അത് ആ സെലക്ഷൻ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. കണ്ടോ, ഒരു ബോർഡർ വന്നതായിട്ട് കാണാൻ പറ്റും. അടുത്ത എന്ത് ചെയ്യുക?
ഇതിനകത്ത് ഔട്ട്ലൈൻ മാത്രം കൊടുക്കാം, ഇൻസൈഡ് ബോർഡർ, ടോപ്പ് ബോർഡർ, പിന്നെന്താണ് ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ, ഡയഗണൽ ഡ്രോ ബോർഡർ, ഡയഗണൽ അപ്പ് ബോർഡർ, ഇങ്ങനെയൊക്കെ കുറച്ച് ബോർഡേഴ്സ് പല ടൈപ്പ് നമുക്ക് എന്താണ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്കതിന് എന്താണോ നമ്മുടെ കണ്ടന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്ത് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അടുത്തതാണ് എന്ത്, എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പ് വരുന്നുണ്ട്. സെയിം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഈ എഫക്റ്റൊക്കെ ഒരു ടൈൽ ഒട്ടിച്ച എഫക്റ്റിലുണ്ട്. നമ്മുടെ ടേബിളിന് ഒരു ടൈലിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്, കണ്ടോ? ഈ ബെവൽ എന്നുള്ളത് കൊടുക്കുമ്പോൾ കണ്ടോ? അടുത്തത് നമുക്ക് ഷാഡോ കൊടുത്ത് നോക്കാം, കണ്ടോ? ഓരോരോ എഫക്ട്സ് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കാം. ഷാഡോ വരുമ്പോൾ കണ്ടോ? ഇനി റിഫ്ലക്ഷൻ നോക്കാം. കണ്ടോ? ഇത് ഇത്രയാണ് ടേബിളിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇനി ക്വിക്ക് സ്റ്റൈൽ. അത് നമുക്ക് ആദ്യം എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സീരിയൽ നമ്പർ, അടുത്ത ടാബ് പ്രസ് ചെയ്തിട്ട് അടുത്ത കോളത്തിലേക്ക് പോവും. നെയിം, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക്, ഇപ്പോൾ ലാംഗ്വേജസിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാം. ഇംഗ്ലീഷ്, മലയാളം, നെക്സ്റ്റ് ഹിന്ദി. ഉണ്ടോ? ഇങ്ങനെ ഓരോ ഇതായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ക്വിക്ക് സ്റ്റൈൽസ് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്യുക. ഈ റോ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ക്വിക്ക് സ്റ്റൈൽസ് കണ്ടോ? ഇതിനകത്ത് എന്ത് ചെയ്യുക, ഓരോ എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഏതാണ് നമ്മുടെ ടേബിളിന് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നത് ആ ഒരു എഫക്റ്റ് എന്ത് ചെയ്യുക, ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ മതി, സിമ്പിളായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യാം, ഇതിനകത്ത് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്താണ്, ഞാൻ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് കളേഴ്സ് ഉണ്ട്. റെഡ് എടുത്ത് നിൽക്കും. അപ്പം ഇനി എന്ത് ചെയ്യുക, തീം കളേഴ്സാണ് ഇതും തീം കളേഴ്സ് തന്നെയാണ്. ഇത് ടെക്സ്റ്റ് ഔട്ട്ലൈൻ കളറാണ്. ആ ടെക്സ്റ്റിൻ്റെ തന്നെ ഔട്ട്ലൈനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ കളേഴ്സ് ഇതിനകത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ? ഔട്ട്ലൈൻ കളറാണ് ചേഞ്ച് ആവുന്നത്, ഫോണ്ടിൻ്റെ കളറ് മാറുന്നില്ല. അപ്പോൾ ഇതാണ് എന്ത്, ഇത് ക്വിക്ക് സ്റ്റൈൽ വേർഡ് ആർട്ടാണ്. ഇത് ടെക്സ്റ്റിന് കളർ കൊടുക്കുന്നത്, ഇത് ടെക്സ്റ്റ് ഔട്ട്ലൈന് കളർ കൊടുക്കുന്നത്, ഇതിന് ടെക്സ്റ്റിന് ഓരോ എഫക്റ്റ് കൊടുക്കുന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഷാഡോയും റിഫ്ലക്ഷനും അങ്ങനെയൊക്കെ വരുന്ന ഓരോ കമാൻഡ്സാണിത്. കണ്ടോ? ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിഷ്ടമുള്ളത് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ ഇതിത്രയാണ് വേർഡ് ആർട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് മെയിൻലി വരുന്നത്. ഇതെല്ലാം ഞാൻ ഓൾറെഡി ഷേപ്പ് ഫോർമാറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. സെയിം കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് കൂടുതലും വരുന്നത് ഇതിനകത്ത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഡ്രോ ബോർഡേഴ്സ് വരയ്ക്കാനുള്ള ഒരു കുറച്ച് കമാൻഡ്സാണ് ഇതിനകത്ത് വരുന്നത്. ഇതെന്ത് ചെയ്യാം, ആദ്യം നോ ബോർഡർ എന്ത് ചെയ്യുക, ഇത് ഓരോ ബോർഡർ ലൈന് ഈ ടേബിളിന് തന്നെ ഓരോ ബോർഡേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അത് തന്നെ ഓരോ സ്റ്റൈലിൽ വരുന്നുണ്ട്. ഡോട്ടായിട്ടും ഹൈഫൻ ചെറിയ ഡാഷ് പോലെയും ഇതിൽ തന്നെ കുറച്ച് ഓരോ ഡാഷിൻ്റെയും ഗ്യാപ്പ് തമ്മിലുള്ള ഓരോ ഡിസ്റ്റൻസ് അങ്ങനെയൊക്കെ വെച്ച് ഓരോ ടൈപ്പ് ബോർഡേഴ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്.
നമുക്ക് ഇതിനകത്ത് ഇത് വെക്കുമ്പോൾ അതും ആ ബോർഡറും സെലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ആ ഡ്രോ ടേബിളിന് വന്നതുപോലെ നമ്മുടെ മൗസിൻ്റെ പോയിൻ്റർ അപ്പം എന്താവും, ഒരു പെൻസിലിൻ്റെ ഫോർമാറ്റിലേക്ക് മാറും. ഇതെന്ത് ചെയ്യുക, ഇവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇതിപ്പോൾ ഒരു ബോർഡർ പോലെ വരച്ചു ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ടേബിളിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇത് അതിൻ്റെ തന്നെ തിക്നെസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ കാണുന്ന പെൻ വെയ്റ്റ് എന്നുള്ളത്. ഇത് ആ ഒരു പെൻ ടൂളും പെൻ സ്റ്റൈൽ ടൂളും ഇത് അതിൻ്റെ പെൻ വെയ്റ്റ്, അതായത് ആ ബോർഡറിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് ഓരോ വാല്യൂ ഉണ്ട് ഓരോന്നിനും. കണ്ടോ, 1/4, ഹാഫ്, 3/4 അങ്ങനെ ഓരോ ഓപ്ഷനുണ്ട്. ലാസ്റ്റത്താണ് 6 എന്നുള്ള സൈസ്. അടുത്തത് ഇതും നമ്മൾ നേരത്തെ ഡ്രോ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ടേബിൾ ഇൻസേർട്ടിനകത്തുള്ള ടേബിൾ കമാൻഡ് ഗ്രൂപ്പിനകത്ത് നമ്മൾ നോക്കിയ സെയിം സാധനം തന്നെയാണ്. എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പോയത് കണ്ടോ, അതാണ് ജസ്റ്റ് ഡ്രോ ടേബിൾ എന്നുള്ളത്. ഞാൻ ഇത് സ്ക്രീനിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. അടുത്ത് നമുക്ക് ഇറേസർ എന്താണെന്ന് നോക്കാം. ഇത് ഡ്രോ ബോർഡേഴ്സിനകത്ത് വരുന്ന കമാൻഡ്സ് ആണ് ഇത് ഇത്രയും. ഈ ഡ്രോ ടേബിൾ, ഇറേസർ, ഈ പെൻ ടൂൾ കളർ. ഇനി നമുക്ക് ബോർഡേഴ്സ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് എന്തെങ്കിലും ഒരു കളറും കൂടെ ചൂസ് ചെയ്ത് നമ്മുടെ ടേബിളിൻ്റെ ബോർഡറായിട്ട് വരയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പെൻ കളർ എന്നുള്ളത്. ഡ്രോ ടേബിൾ. അടുത്തതാണ് ഇറേസർ. റിമൂവ് സ്പെസിഫിക് ബോർഡേഴ്സ് ഇൻ ദ ടേബിൾ ടു ക്രിയേറ്റ് മെർജ്ഡ് സെൽസിനെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ സെല്ലിൻ്റെയും ബോർഡേഴ്സ് ഇത് എറേസ് ചെയ്ത് കളയും. നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഈ 2 സെല്ലിൻ്റെയും ബോർഡറാണ് ഈ നടുക്ക് വരുന്നത്. കണ്ടോ, ഇവിടെ വന്നിട്ട് ഈ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ ബോർഡർ മാറിയിട്ട് ഇത് രണ്ടും ഒരേ സെല്ലാവും. ഇവിടെ വന്നിട്ട് ഞാൻ ഒന്നുകൂടെ അത് ചെയ്യുകയാണ്. ഇറേസർ ഓഫായിപ്പോയി. ഒന്നുകൂടെ എടുത്തു. കണ്ടോ, ആ ബോർഡേഴ്സ് റിമൂവ് ആകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ ഓരോ ഇതിൻ്റെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ. അപ്പോൾ കംപ്ലീറ്റ്ലി ഓരോ ബോർഡേഴ്സ് റിമൂവ് ആയിട്ട് സെൽസ് എന്താവും, ഇതിനകത്ത് സെൽസ് മേർജ് ഇതിപ്പോൾ ഇത്രയും മെർജായി. അതാണ് ഒറ്റ റോ അല്ലെങ്കിൽ ഒറ്റ സെല്ലായിട്ട് മാറിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഇറേസർ എന്ന് പറയുന്ന ഈ ടേബിൾ ഇറേസർ എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരിക്കലും ഈ ടെക്സ്റ്റ് ഒന്നും നമുക്ക് മായ്ക്കാൻ പറ്റില്ല. ജസ്റ്റ് ഈ ടേബിൾ ബോർഡേഴ്സ് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ടെക്സ്റ്റോ അല്ലെങ്കിൽ ഈ ടേബിൾ കംപ്ലീറ്റ് ആയിട്ടോ നമുക്ക് മായ്ച്ച് കളയാനായിട്ട് പറ്റത്തില്ല. ജസ്റ്റ് ഈ ബോർഡേഴ്സ് റിമൂവ് ചെയ്യാൻ മാത്രം എന്ത് ഹെൽപ്പ് ചെയ്യുള്ളൂ, ഇറേസർ എന്ന് പറയുന്ന ഈ കമാൻഡ് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിനകത്തുള്ള ടേബിൾ ഡിസൈൻ അല്ലെങ്കിൽ ഈ ടേബിൾ എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്ത് നമ്മളൊരു ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ടേബിൾ വരയ്ക്കുന്ന സമയത്ത് ഫോം ആവുന്ന 2 ടാബാണ് എന്ത്, ഈ ടേബിൾ ഡിസൈനും ടേബിൾ ലേഔട്ടും. അപ്പോൾ ഈ ടേബിൾ ഡിസൈൻ എന്നുള്ള ഈ ടാബാണ് നമ്മൾ ഇന്ന് ഈ പോർഷനിൽ പഠിച്ചത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടീച്ചേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ആവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിതിനകത്ത് നിങ്ങളുടെ സംശയങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള മറുപടി തരാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ ഈ ടേബിൾ ഡിസൈൻ എന്ന് പറയുന്ന ടാബ് വരെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. താങ്ക് യു.